നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തന്നെ MLA ആയി തെരഞ്ഞെടുത്താൽ ടൂറിസം മേഖലയിൽ മാഹിയെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മേഖലയാക്കി മാറ്റുമെന്ന് രമേശ് പറമ്പത്ത്. മാഹിയിൽ അടിസ്ഥാനപരമായ വികസനങ്ങൾ മെച്ചപ്പെടുത്തുകയും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ MLA ആയി തെരഞ്ഞെടുത്താൽ ടൂറിസം മേഖലയിൽ മാഹിയെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മേഖലയാക്കി മാറ്റുമെന്ന് രമേശ് പറമ്പത്ത് പറഞ്ഞു. മാഹിയിൽ അടിസ്ഥാനപരമായ വികസനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതിലൊന്ന് മദർ തെരേസ നഴ്സിംഗ് കോളേജ് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളൂർ ആശുപത്രിക്ക് പുറകിലുള്ള മൃഗാശുപത്രിയുടെ സ്ഥലം ഏറ്റെടുത്ത് സർക്കാരിന് കൈമാറി. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയ സ്ഥലത്ത് പുതിയ ആശുപത്രിയുടെ നിർമ്മാണം നടന്നു വരികയാണ്. വാതക ശ്മശാനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. ആരോഗ്യരംഗത്ത് ബ്ലഡ് ബാങ്ക് കൊണ്ടുവരാനും അതോടൊപ്പം പുതിയ ലിഫ്റ്റും ജനറേറ്ററും സ്ഥാപിക്കാൻ കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാനുള്ള ബസ്സുകൾ 4 കൊണ്ടുവരാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ 40ഓളം നിയമനങ്ങളുടെ തസ്തിക പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് പറമ്പത്ത്. പ്രവർത്തകർ എല്ലാ ആളുകളും മാഹി അസംബ്ലി നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലാണ് എല്ലാവരും ഉള്ളത്. വളരെ ആഹ്ലാദഭരിതരാണ് UDFന്റെ നേതാക്കന്മാരും പ്രവർത്തകരും. വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5 വർഷക്കാലം മാഹിയിലെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, മറ്റ് പൊതുക്ഷേമകാര്യങ്ങളിലൊക്കെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എനിക്ക് സാധിച്ചത്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ മേഖലയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. എല്ലാ വീടുകളിലും കയറിയപ്പോൾ ഈ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ പൂർത്തീകരിക്കാൻ സാധ്യമായതിലുള്ള സന്തോഷമാണ് എല്ലാ വീട്ടുകാരും എന്നെ കാണുമ്പോൾ അവർ പറയുന്നത്. ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പുതുച്ചേരി അസംബ്ലി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മുടെ സംസ്ഥാനം ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാഹിയിൽ വളരെയധികം ശുഭപ്രതീക്ഷയാണുള്ളത്. മുഴുവൻ ആളുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൈയടയാളത്തിൽ എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാ ആളുകളോടും സവിനയം അഭ്യർത്ഥിക്കുകയാണ്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ഹാജി, കൺവീനർ K മോഹനൻ, വൈസ് ചെയർമാൻ പയറ്റ അരവിന്ദൻ, വത്സൻ പത്തക്കൽ, KV മോഹനൻ, മുഹമ്മദ് അലി, VT ഷംസുദ്ദീൻ എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. സമഗ്ര ന്യൂസ് തലശ്ശേരി.